സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി ദില്ല ദിനേശ് കൂടി ചേരുന്നുണ്ട്. ദില്ല ദിനേശ്, മറ്റെന്തൊക്കെ വിവരങ്ങളാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്നത്? വിശദാംശങ്ങൾ. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. നാളെയും 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അത്തരത്തിൽ 28-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ലഭിക്കുക. അതായത് 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും ഒന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, അവിടെ 40 മുതൽ 50 മില്ലിമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും ഒക്കെ ഉള്ളതിനാൽ പൊതുജനം വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യഥാക്രമം പാലിക്കണമെന്നും പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 26-ാം തീയതിയോടെ കാലവർഷം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. 4 വർഷം മുൻപോ 4 വർഷം ശേഷമോ കാലവർഷം എത്തിയേക്കാം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ പിന്നീട് ആ മുന്നറിയിപ്പ് തിരുത്തുകയുണ്ടായി. പക്ഷേ ഇപ്പൊ പെയ്യുന്ന മഴ എന്ത് തന്നെയായാലും കാലവർഷ മഴയല്ല, മഴക്കാലത്തിന്റെ മഴയല്ല, അത് വേനൽ മഴ തന്നെയാണ്. എന്ത് തന്നെയായാലും 26-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉമ. ശരി, ദില്ല ദിനേശാണ് വിവരങ്ങളുമായി ചേർന്നത്.